ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് വീഡിയോ എടുത്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ. എനിക്ക് എടുക്കണം, വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു തിരക്ക് കൂട്ടൽ വന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം വലിയ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഓടി വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്താന്ന് വെച്ചാൽ കിഡ്സ് വിയർ ഹോൾ ആണ് ചെയ്യാൻ പോകുന്നത്. കിഡ്സ് വിയർ അല്ല, ബേബി ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതും ഞാൻ എടുത്തിട്ടുള്ളത് 2 years ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളതാണ്. പിന്നെ എന്താണ്, ഞാൻ എടുക്കുമ്പോഴത്തെ പ്രൈസും ഇപ്പോൾ നിലവിൽ എത്രയാണ് പ്രൈസ് എന്നും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം മനസ്സിലാക്കാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ ഡ്രസ്സും ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞതാണ്. ജസ്റ്റ് ഇത് തന്നെയാണോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഞാൻ ക്വാളിറ്റി നോക്കാൻ വേണ്ടി പൊട്ടിച്ചതാണ്. ബാക്കിയൊക്കെ ഇതാ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നത്. പിന്നെ ഒരെണ്ണം ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയാം. ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട്. ഇതാ കണ്ടില്ലേ? ഒരു ക്യൂട്ട് പൂച്ചക്കുഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഹുഡീസ് ഒക്കെ പോലത്തെ ഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഒരു മെറ്റീരിയൽ കുറച്ച് വലിയുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ്. പാൻറ് ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഐ ലവ് ദിസ് കോംബോ കേട്ടോ. കാരണം നല്ല ഒരു കോമ്പിനേഷൻ ആണല്ലോ, വൈറ്റും പിങ്കും. ഒരു ക്യൂട്ട്നെസ് തോന്നിക്കും എപ്പോഴും. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു ക്യൂട്ട്നെസ് എപ്പോഴും തോന്നിക്കും. പിന്നെ ഈ ക്യാപ്പ് അവരതിൻ്റെ ടൈറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാപ്പ് കാണുമ്പോട്ടാ കുഞ്ഞ ക്യാപ്പ് പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഒരു ക്യാറ്റിൻ്റെ ഒക്കെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് എന്താ പറയാ, സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിമ തൊടുമ്പോൾ. 161 രൂപക്ക് ഞാൻ വാങ്ങിയ ക്ലോത്തിങ് സെറ്റ് ആണ് ഇട്ടത്. പക്ഷെ ഇതിന്റെ പ്രൈസ് ഇപ്പോൾ 181 റുപ്പീസ് ആയിട്ടുണ്ട്. അത്രയൊന്നും കൂടിയിട്ടില്ല. പക്ഷെ കൂടുതലായിട്ടും നമ്മൾ മീഷോ ഒന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെയാണ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കൂടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളെപ്പോഴും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ചെറിയ പൈസക്കാണെങ്കിലും നമ്മൾ കുറേ സാധനങ്ങൾ മേടിക്കാനേ നോക്കത്തുള്ളൂ. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് ഒന്നുമല്ല കൊടുത്തിട്ടുള്ളത്, പ്ലെയിൻ ആയിട്ട് ഇതാണ്. അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ത്രെഡ് വഴി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒക്കെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ്, ഈ ഡ്രസ്സിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 2 years ആണ്. അതായത് 1 to 2 years എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ സൈസ് 3 years വരെ ഉള്ളൂ അവൈലബിൾ ആയിട്ട്. അതായത് 1 to തൊട്ടിട്ട് 3 years വരെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. രണ്ടാമത്തെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്താ പ്രശ്നം എന്നുള്ളത്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഡ്രസ്സ്. ഈ ഡ്രസ്സിന് ഞാൻ 255 റുപ്പീസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയത്. വാങ്ങി ഇട്ടതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം. അത് ഡ്രസ്സ് നോക്കൂ കേട്ടോ. 255 റുപ്പീസിനാണ് വാങ്ങിയത്. പിന്നീടാണ് മനസ്സിലായത് ഇപ്പോൾ നോക്കുമ്പോൾ 155 ഓൺലി, അത്രേ ഉള്ളൂ കേട്ടോ ഈ പ്രൈസ്. അപ്പം ഞാൻ ചതിക്കപ്പെട്ടു എന്ന് ഞാൻ പറയും ചിലപ്പം. പക്ഷെ ഇത് സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇട്ട് നോക്കിയിട്ട് ഭയങ്കര ഫിറ്റായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യും. കാരണം അതിൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് നമുക്ക് ഷേപ്പ് ചെയ്തിട്ടോ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇട്ടിട്ട് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ. ബാക്കി ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. ഇത് സ്ലീവ്ലെസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 255 വാങ്ങിയിട്ട് ഇപ്പോൾ 155 റുപ്പീസ് ആകെ ഉള്ളൂ. പിന്നെ സെൻറ്ററിൽ വന്നിട്ട് ഇത് ഇലാസ്റ്റിക് ആണ് കേട്ടോ അവിടെ കൊടുത്തിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമോ അറിയില്ല. ഇവിടെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാറ്റ് ലവർ ആണെങ്കിൽ മൊത്തത്തിൽ കാറ്റാണ്. ഞാൻ എടുക്കുന്ന സമയത്ത് 1 to 2 ഇയേഴ്സിൻ്റെ സൈസിലാണ് എടുത്തത് എങ്കിലും ഇപ്പം ഞാൻ സൈസ് നോക്കിയപ്പോൾ 3 to 6 months വരെ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറുമായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇത്ര സൈസ് ഉള്ളൂ, 3 to 6 months വരെ ഉള്ളൂ കേട്ടോ സൈസ്. അപ്പോൾ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ നോക്കുക. ഇയറും മന്തൊക്കെ മാറിയിട്ട് വാങ്ങിയിട്ട് പിന്നെ റിട്ടേൺ ചെയ്തിട്ടൊക്കെ ലാഗ് ചെയ്യും. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. പെട്ടെന്ന്
ഓർഡർ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും, അത് എപ്പോഴാ എത്തുക എന്നുള്ള വെയിറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും. അപ്പോൾ പിന്നെയും അത് റിട്ടേൺ ചെയ്തിട്ട് ഒക്കെ ഭയങ്കരമായിട്ട് ടൈമിന് പ്രശ്നമാവുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ടായിരിക്കും ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത്, എന്തെങ്കിലും ഫംഗ്ഷനോ. അപ്പോൾ ഇതിനൊന്നും നമുക്ക് കിട്ടാതാവുമ്പോൾ നമുക്കൊരു തരം ദേഷ്യം വരത്തില്ലേ, അതുപോലെ വരാതിരിക്കാനാണ് സൈസ് എപ്പോഴും കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. ഇത് പോളിസ്റ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ചില പോളിസ്റ്റർ മറ്റേ എന്താ പറയുക കവർ പോലെയൊക്കെ തോന്നത്തില്ലേ, അങ്ങനെയൊന്നും തോന്നില്ല. ഇത് കുറച്ച് വലിയുന്ന ഒരു ബനിയൻ ക്ലോത്ത് ഒരു കോട്ടൺ മിക്സ്ഡ് ഉള്ള ബനിയൻ ക്ലോത്ത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിന് 2 പോക്കറ്റ് ഉണ്ട് കേട്ടോ, കുഞ്ഞി പോക്കറ്റ് കാണുന്നുണ്ടോ എന്നറിയില്ല, ഇവിടെ 2 പോക്കറ്റ് കാണുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഡ്രസ്സ്, ഒരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. ഇനി ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബിലോ. മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് മൂന്നാമത്തെ ഡ്രസ്സ് കേട്ടോ, കണ്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മൂന്നാമത്തെ ഡ്രസ്സ്. ഇതാണ് കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. ഇത് 1 to 2 years ആണ് ഓർഡർ ചെയ്തെങ്കിലും ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ലെങ്ത് കൂടിയ പോലെ ഫീൽ ചെയ്തു. അപ്പം നമുക്ക് വഴി ഉണ്ടാക്കാം. പിന്നെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് വലിയുന്ന മെറ്റീരിയലാണ്, കംഫേർട്ട് തോന്നിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതും അതേ നല്ല ഒരു ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് മാത്രം അബദ്ധം പറ്റി 250 റുപ്പീസിനാണ് ഞാൻ അത് വാങ്ങിയത്. ഇപ്പോൾ 227 റുപ്പീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വ്യത്യാസമുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇവളിങ്ങനെ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, അത്ര വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ വ്യത്യാസമുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈസും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അതിൻ്റെ പ്രൈസൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഷോ ഓൺ ആക്കിയ സമയത്ത് ഇതിന് ഒരു സൈസും അവൈലബിൾ അല്ല എന്നാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കുന്നില്ല. അപ്പോൾ ഒന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, നല്ല സൈസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ സൈസ്, നിങ്ങൾ ഏത് സൈസാണോ ആഗ്രഹിക്കുന്നത് ആ സൈസ് വരട്ടെ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ ഇതിൻ്റെ എന്താ വെച്ചാൽ കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്, രണ്ടിൻ്റെയും മെറ്റീരിയൽ വന്നിട്ട്. പക്ഷെ എനിക്ക് കോട്ടൺ ബ്ലെൻഡാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കേട്ടോ. ഇത് ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ്, സ്ലീവൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര കുഞ്ഞതായിട്ട് തോന്നുന്നത്. പിന്നെ റൗണ്ട് നെക്കാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാനായതുകൊണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ പ്രിന്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ഇത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഔട്ടർ കോട്ട്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം അത് ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടല്ല എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബിലോട്ടാ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് വന്നതിൽ വെച്ചിട്ട് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കാണുന്ന അതേപോലെ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പിക്ചർ ഇത് അവിടെ കൊടുക്കാം കേട്ടോ. ഇതാണ് അത് ഒരു കോട്ടൻ്റെ സാധാ ഒരു ഫ്രോക്ക് അതിക്കൊരു ട്രൗസേഴ്സ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പം എന്തോ ഒരു ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ, അടിപൊളിയായിട്ട് തോന്നി ഈ ഒരു സംഭവം. ഇത് ഞാൻ വാങ്ങിയപ്പോൾ 184 റുപ്പീസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ 173 റുപ്പീസാണ്. ഒരു 10 റുപ്പീസേ ലാഭം കിട്ടുന്നുള്ളൂ. എങ്കിലും കറക്റ്റ് പ്രൈസ് ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 173 റുപ്പീസാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ കാണുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് 1 to 2 years ആണ്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇത് എനിക്ക് തോന്നുന്നു പോളിസ്റ്റർ ആണെന്ന് കേട്ടോ. അതിൽ എഴുതിയിട്ടുള്ള കോട്ടൺ തന്നെയാണ്. പിന്നെ ഇതിന് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇതിന് പറയാൻ 3 ലെയർ ആയിട്ടാണ് വരുന്നത്. റൗണ്ട് നെക്കാണ്, സ്ലീവ്ലെസ് ആണ്. പിന്നെ ബാക്കിൽ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് ഡോട്ടൊക്കെ വരുന്ന ഒരു ഡിസൈനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ 3 month തൊട്ടിട്ട് 3 year വരെയാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഞാൻ ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ എൻ്റെ സെലക്ഷനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും മോശമായാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക.
പിന്നെ വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണുക. കുട്ടികളുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.